എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് നമുക്ക് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നൊക്കെ ഒന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് മുറുകാൻ തുടങ്ങി, ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വെണ്ണീരിൽ വീണ പരുവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദാണ്, അപ്പൊ ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തണുപ്പ് തുടങ്ങി. അപ്പോഴേക്കും തന്നെ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് തുടങ്ങേണ്ടത് സ്കിന്ന് ഡ്രൈ ആവാനായിട്ടാണ്. രാവിലെ പക്ഷെ ഈവൻ ദോ നാട്ടിലാണെങ്കിലും ഡ്രൈ ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരു വലിച്ചിലൊക്കെ വരും. ഈ ഒരു വിന്റർ സമയമല്ലാതെ നമുക്കിപ്പം ചിലർക്ക് ഉണ്ടാവും ഡ്രൈ സ്കിന്ന്. പൊതുവെ നമ്മുടെ മേലും ശരീരമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഒരു വിള്ളല് പോലെയൊക്കെ കാണുന്നതും, അതുപോലെ തന്നെ എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് ഒരു വെണ്ണീര് പാറുന്ന പോലത്തെ ഒരു സ്കിൻ എപ്പോഴും, അതുപോലത്തെ സ്കിന്നുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് കുഞ്ഞു വാവകൾ മുതൽ, ഇപ്പം ഉണ്ടായി പറന്നു വീണ കുട്ടി മുതൽ വയസ്സായ അമ്മമ്മയ്ക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനത്തെ ഒരു സാധനം എന്ന് പറയുന്നത് കുറച്ച് റെയർ ആണ് അല്ലേ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനായിട്ട്. വാങ്ങിക്കുമ്പോൾ ബേബി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അഡൾട്ട് പ്രൊഡക്റ്റ്, ടീനേജ് പ്രൊഡക്റ്റ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ 2 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ജസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ ഇയാള് പറയണതെന്ന് തോന്നും. അപ്പം ഞാൻ ആ ഇൻഗ്രീഡിയൻസിലേക്ക് വരാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഇതാണ്. എന്റെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞത് മുതൽ അവർക്ക് ഇതുപോലത്തെ സ്കിന്നാണ്. 2 പേർക്കും ഒരു അലർജി പ്രോൺ കൈൻഡ് ഓഫ് സ്കിൻ. അപ്പം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു സ്കിൻ കണ്ടീഷൻ ഉണ്ട്. ഡെർമറ്റൈറ്റിസ് ആണ് ബേസിക്കലി. ഒരു എക്സിമ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് നമുക്ക് ഈ ഒരു ഡ്രൈനെസ് കൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോവുക. അവിടെ ഇങ്ങനെ എന്താ പറയാ, നമുക്കിങ്ങനെ ഡ്രൈ കൂടി കഴിഞ്ഞിട്ട് ഒരു വട്ടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോവുക, അവിടെ പഴുത്ത് വരിക, അങ്ങനെയൊക്കെ ഒരു അസുഖമുണ്ട്. അതിന് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതെപ്പോഴും സ്കിന്ന് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്കിൻ മോയ്സ്ചറൈസ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു മെഡിസിൻ ആയിട്ടൊന്നല്ല, ഒബ്വിയസ്ലി നിങ്ങൾ അതിന്റെ കൂടെ മെഡിസിൻസ് എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ഓയിൽമെന്റിന്റെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ഉള്ള ഒരു മിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ലൈക്കം പ്ലാനസിന് അത് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ്. പക്ഷെ ഇത് രണ്ടും കുട്ടികൾക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അറിയണത് കേട്ടോ. ഇവിടെ പൊതുവേ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വരുന്ന ഒരു അസുഖങ്ങളാണ് ഇതൊക്കെ. കാരണം അവർക്ക് പെട്ടെന്ന് ഈ ഒരു ട്രാൻസിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വെതർ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവാണ്. ഈ ഒരു ഡ്രൈനെസ് ഒന്നും നാട്ടിലില്ല. നമുക്കൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ലേ, ആ ഹ്യൂമിഡിറ്റി ഇവിടെ ഉണ്ടാവില്ല. ആ ഹ്യൂമിഡിറ്റി കാറ്റെടുത്തിട്ട് പോകും. മൊത്തമായിട്ടൊരു ഡ്രൈ, നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. മറ്റേത് ആ ഹ്യൂമിഡിറ്റി ഉണ്ടാവുമ്പോൾ നമ്മൾ ഓയിൽ, നമ്മുടെ സ്കിന്നിലുള്ള ഓയിലും വാട്ടറും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്നാണ് കേട്ടോ. ഇനിയുണ്ട് ഒരുപാട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഗുലാബറിയുടെ ആണ്. യു ക്യാൻ ഗോ ഹെഡ് വിത്ത് എനി ബ്രാൻഡ്. ഞാൻ വാങ്ങിക്കാറ് ഇതാണ്. ഇത് എനിക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാം ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ 400 ml വന്നിട്ട് 135 rupees ആണ് വരുന്നത്. ഇതിന്റെ ചെറിയ ബോട്ടിൽസും കുറേ ബോട്ടിൽസ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ആൻഡ് ഗ്ലിസറിൻ ആണിത്. ഇത് ഗ്ലിസറിൻ ആക്ച്വലി 100 gram ആണ്. ഈ 100 ഗ്രാമിന് വന്നിട്ട് 100 രൂപയാണ്. ഇത് വലുതാണ്. ഇത് 180 ഗ്രാമിന് 170 rupees. ഓക്കെ, അപ്പോ ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഗുലാബറിയുടെ അതുപോലെ തന്നെ 120 ml 52 rupees ആ വരുന്നത്. നിങ്ങൾക്ക് സാധാരണ, ഞങ്ങൾക്ക് ഇത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു വർഷങ്ങളായിട്ട്, മെയിൻലി ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ ചേട്ടത്തമ്മ കേട്ടോ അത് പറഞ്ഞ് ആക്ച്വലി സജസ്റ്റ് ചെയ്ത് തന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുന്നേ. ഗ്ലിസറിൻ മാത്രം ഞാൻ യൂസ് ചെയ്തു, ഗ്ലിസറിനും വാട്ടറും കൂടെ. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ പോൺസിന്റെ ഒരു ക്രീമാണ് ഞാൻ കണ്ടിന്യൂ യൂസ് ചെയ്യുക. പക്ഷെ ഈ പ്രോൺസിന്റെ ഒരു ക്രീം ബാഗിലിട്ട് കൊണ്ടുപോയി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ വന്ന സമയത്ത്. അപ്പൊ അത് മേല് തേച്ചാലും ഒക്കെ തന്നെ സ്കിൻ ഇങ്ങനെ ഒരു 2 പീരീഡ് കഴിയുമ്പോഴേക്കും വീണ്ടും ഞാൻ ബാഗിൽ നിന്ന് വന്നിട്ട് എടുത്ത് അപ്ലൈ ചെയ്യണം. എഗൈൻ ഒരു 2 പീരീഡ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ബാഗിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യണം. പക്ഷെ ഈ ഒരു സംഭവത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇതിന്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. ഈവനിങ് വന്ന് നമ്മൾ കുളിക്കണം, ചിലപ്പോൾ ഡസ്റ്റ് ഒക്കെ അതിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഒരു സ്റ്റിക്കി ആയിട്ട് അവിടെ കിടന്നോളും. ചെറിയൊരു ഒട്ടലുണ്ടാവും. പക്ഷെ നമ്മുടെ സ്കിന്നിന് ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഇപ്പൊ നിങ്ങൾ ക്രീംസും കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ ചിലപ്പോൾ അത് അത്ര നന്നാവണം എന്നില്ല നമ്മുടെ സ്കിന്നിന് അല്ലേ. പക്ഷെ ഇത് സ്കിന്നിന് അറിയാലോ നിങ്ങൾക്ക്, ഗ്ലിസറിൻ ആണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും സ്കിന്നിന് അമേസിങ് ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് സ്കിന്നിൽ വന്നിട്ട്.
അപ്പോൾ ഇത് എങ്ങനെയാ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. നിങ്ങളുടെ സ്കിന്ന് എങ്ങനത്തെ സ്കിന്നാണ്. ചിലർക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും. ഓയിലി സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിന്റെ 60. ഞാൻ ആക്ച്വലി ഒരു 2:1 അല്ലെങ്കിൽ 3:1 എന്നുള്ളൊരു റേഷ്യോയിലാണ്, മോസ്റ്റ്ലി 3:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ കൊണ്ടുപോകാറ്. മക്കൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, എന്നെക്കാളും 4 ഇരട്ടി ഡ്രൈ സ്കിന്നാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ആക്ച്വലി 2:1 എന്നൊക്കെ ചിലപ്പം യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്പ്രേ ബോട്ടിലാക്കുക. ഞാൻ ഇതാക്കണ്ടല്ലേ, ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കും. ജസ്റ്റ് ഇങ്ങനെ. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്കിന്ന് കാണുന്നില്ലേ? ആ ഒരുപാടൊന്നും തേക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ തന്നെ അതിന്റെ ഒരു എഫക്റ്റ് കുറേ സമയത്തേക്ക് അവിടെ കിടന്നോളും. നല്ലൊരു ഫ്രഷ്നെസ്സും ആണ് ഉണ്ടാവുക. ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഗ്ലിസറിൻ ആണ്. അതുകൊണ്ട് തന്നെ റേഷ്യോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക. ഒരു 4:1 ആദ്യം. അപ്പം ഇത്ര ഗ്ലിസറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്ര റോസ് വാട്ടർ എടുത്താൽ ഇത്ര ഗ്ലിസറിൻ ആക്കിയിട്ട് നിങ്ങളൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഭയങ്കര സ്റ്റിക്കി നേച്ചർ ആണെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്യുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 4:1 ആകുമ്പോൾ അത്ര അധികം സ്റ്റിക്കി ആവില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഗ്ലിസറിന്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരാം. നിങ്ങൾക്ക് വല്ലാതെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഗ്ലിസറിന്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. വല്ലാതെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു ഡ്രൈ സ്കിന്നിന് മാത്രമല്ല, ചിലർക്ക് ഉണ്ടാവും കാല് വിണ്ട് കീറുന്നത്, കാല് വിണ്ടി കീറി പൊട്ടുന്നത്. അതുപോലെ തന്നെ ചിലരുടെ കാല് മാത്രം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അവരൊക്കെ രാത്രി ഉപയോഗിച്ചിട്ട് രാവിലേക്ക് ഒരു സോക്സ് ഇട്ട് കിടന്നുറങ്ങുക. അതുപോലെ രാത്രി ഉപയോഗിച്ചിട്ട് രാവിലെ അങ്ങനെ രാത്രി നന്നായിട്ട് കാലിൽ ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ട് വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും കഴുകി കളയുക. അതുപോലെ ചിലർക്ക് കൈയുടെ ഉൾവശത്ത് ഇങ്ങനെ കൈ വിണ്ട് കീറി പൊട്ടുന്ന ഒരു ഇതുണ്ടാവും. അവർ ഇതുപോലെ കയ്യിൽ ഇത് കുറച്ച് കോൺസെൻട്രേഷൻ ഗ്ലിസറിൻ്റെ കുറച്ച് കൂടുതൽ എടുക്കുക. 2:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് കയ്യിലും കാലിന്റെ അടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഒരുവിധം എല്ലാ ഡ്രൈ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിനും ഇതൊരു മരുന്നാണ്. എല്ലാ ഡ്രൈ സ്കിൻ ഇഷ്യൂസ്. അതിപ്പോ നിങ്ങളുടെ ബേബികൾക്ക് ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു ഡ്രൈ സ്കിൻ ഇഷ്യൂസ് ഒക്കെ. അവർക്കും ഇത് ഗ്ലിസറിന്റെ കോൺസെൻട്രേഷൻ നല്ലോണം കുറയ്ക്കുക. ഇപ്പൊ റോസ് വാട്ടറിന്റെ വേണമെന്നില്ല, വാട്ടറിൽ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. ഓക്കെ. ഇപ്പൊ റോസ് വാട്ടർ ഇനിയിപ്പോ കെമിക്കൽ ആണോ കുട്ടികൾക്ക് ചെയ്യോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. വാട്ടറിൽ 1-2 ഡ്രോപ്പ് ഗ്ലിസറിൻ ഇട്ടിച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുക. അപ്പൊ കയ്യിൽ നിറച്ചും അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഗ്ലിസറിൻ എടുത്ത് അതിൽ 1-2 ഡ്രോപ്പ് ഗ്ലിസറിൻ ഉറ്റിച്ചിട്ട് തേച്ച് കൊടുക്കുക. ഞാൻ എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയണത്. ചാരുവിന് അങ്ങനെ ഒരു അലർജി പ്രോൺ സ്കിന്നൊന്നും അല്ല, പക്ഷെ ഡ്രൈ ആണ് ആളുടേത്. ആളെപ്പോഴും ഒരു വെണ്ണീർ പാറിയ പോലെയാണ് ഉണ്ടാവുക. ആൾക്ക് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഒരു ബുദ്ധിമുട്ടും ആൾക്ക് അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ഉപയോഗിച്ചിട്ട് ബെനിഫിഷ്യൽ ആണോ, എങ്ങനെയുണ്ട്, മറ്റുള്ളവർക്ക് ഇത് ഉപകാരമാവോ എന്താന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അവരുടെ അടുത്ത് അറിയിക്കൂ. അപ്പം ഇതെനിക്ക് ശരിക്കും ഒരു ലൈഫ് സേവർ ആണ്. വെരി വെരി ഗ്രേറ്റ് ലൈഫ് സേവർ എന്ന് പറയാം. കാരണം ഞാൻ ഈ പോൺസും ക്രീമും കാര്യങ്ങളും ഒക്കെ തേച്ച് എത്ര തേച്ചാലും എനിക്ക് എൻ്റെ സ്കിന്നിൽ അങ്ങോട്ട് നിൽക്കില്ല. മെയിൻലി കാലാണ്. എൻ്റെ കാലും കയ്യും ഒക്കെ വേറെ കാല് വേറെ ആരുടെയോ, കയ്യും ശരീരമൊക്കെ വേറെ ആരുടെയോ, ആ ഒരു രീതിയിലാണ് എൻ്റെ കാലും കയ്യും ഒക്കെ ഉള്ളത്. കൈ ഇങ്ങനെയാണെങ്കിൽ കാല് കണ്ടാൽ അയ്യോ എന്ന് പറയും, അതുപോലത്തെ ഒരു കാല. ആ കാലിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നത്, കാരണം ഡ്രൈ ആണ് കാല്. പൊതുവെ ചിലർക്കുള്ളതാണ്, ജെനറ്റിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നു, ചിലർക്കുള്ളതാണ് കാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത്. പിന്നെ ചിലപ്പോൾ ഡസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ വിണ്ട് കയറുക, അതിനൊക്കെ മെയിനായിട്ട് നമ്മുടെ കാലിൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് ആ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കോൺസെൻട്രേഷൻ കുറച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് ഞാൻ ഇങ്ങനെ അത് ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം യൂസ് ചെയ്ത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്ത് കയ്യിൽ നല്ലോണം ഉരതിയിട്ട് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇവർക്ക് മുഖത്തേക്ക് നേരിട്ട് അടിച്ചു കൊടുക്കും, അത്രയ്ക്ക് അധികം വേണം അവർക്ക് ആ രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇറ്റ്സ് എ ലൈഫ് സേവർ. വിന്റർ ആണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് താങ്ക് മീ ലേറ്റർ. Sure, I'm pretty sure that you will thank me. അപ്പം thank me later. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട കേട്ടോ. Bye bye everyone till the next video.